2024 തിയേറ്ററുകളിൽ എത്തിയ മലയാള സിനിമകൾ ഏകദേശം 200ഓളം വരും. ഇതിൽ വെറും 25 ചിത്രങ്ങൾ മാത്രമാണ് സാമ്പത്തിക വിജയം നേടിയത്. 100 കോടി ക്ലബിൽ സ്ഥാനം നേടിയത് 5 ചിത്രങ്ങൾ. ഒരു വർഷം പുറത്തിറങ്ങിയ 5 മലയാള സിനിമകൾ 100 കോടി ക്ലബിൽ കയറുക എന്നത് ഗംഭീര നേട്ടമാണ്. ഇതൊരു ചരിത്രമാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് മഞ്ഞുമൽ ബോയ്സ്, സംവിധാനം ചിദംബരം. സൂപ്പർ താരങ്ങളില്ലാതെ നേടിയ അതിഗംഭീര നേട്ടം. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. കൺമണി അൻപോട് എന്ന ഗാനം മഞ്ഞുമൽ ബോയ്സിന് നൽകിയ ഹൈപ്പ് എടുത്തു പറയണം. ഫഹദിന്റെ കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തിയ ആവേശം. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകരെ ആവേശ കൊടുമുടിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഏറ്റവും പുതിയ തലമുറ ആഘോഷമാക്കിയ ഗംഭീര വിജയം പ്രേമലു. ഗിരീഷ് ഏടിയുടെ സംവിധാനം. മലയാളത്തിലെ ഏറ്റവും മികച്ച റൊമാൻറ്റിക് കോമഡി. നസ്ലൻ മമിത ബൈച്ചു ജോഡിയെ മലയാളികൾ നെഞ്ചിലേറ്റി. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാൽ ചത്തു. ഒരു സിനിമ കലാപരമായ ഔന്നത്യം പുലർത്തുന്നതിനൊപ്പം തിയേറ്ററുകളിലും വലിയ വിജയമാവുക എന്നത് ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് നേടിയ സിനിമയാണ് ആടുജീവിതം. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ബെന്യാമിന്റെ നോവലിന് ബ്ലസ്സി എന്ന സംവിധായകൻ തന്റേതായ ഒരു ചലച്ചിത്ര ഭാഷ്യം നൽകി. പൃഥ്വിരാജ് എന്ന നടന്റെ നല്ല സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ്, AR റഹ്മാന്റെ സംഗീതം, പെരിയോനെ എന്ന ഗാനം, ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന മേക്കിംഗ് ക്വാളിറ്റി, അങ്ങനെ ആടുജീവിതത്തിന്റെ പ്രത്യേകതകൾ നിരവധിയാണ്. മമ്മൂട്ടി എന്ന നടനെ ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ച സിനിമ ഭ്രമയുഗം. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. രാഹുൽ സദാശിവൻ സംവിധാനം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ചിത്രം കലാപരമായും സാങ്കേതികപരമായും മികവ് പുലർത്തി. കൊടുമൻ പോറ്റി അതിഗംഭീരമായിരുന്നു. അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. മമ്മൂട്ടിയുടെ ടർബോ. വൈശാഖ് സംവിധാനം. മാസ് മസാല ചിത്രം. കൊമേഴ്ഷ്യൽ സക്സസ് ആയ ഈ വർഷത്തെ മറ്റൊരു സിനിമ. See you soon എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ചിത്രം. കലാപരമായും സാമ്പത്തികമായും മികച്ച സിനിമ. ഞാൻ എങ്ങനെ ഇനി അവരെ ഫേസ് ചെയ്യും? എന്തൊക്കെയോ പോലെ തോന്നുന്നു. വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൺ, സെറിൻ ഷിഹാബ്. വിവിധ കഥാപാത്രങ്ങളായി എത്തിയ നാടക പ്രവർത്തകരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ നാടകത്തിന് ശേഷം ഫോർട്ട് കൊച്ചിയിലെ കോട്ടേജിൽ അരങ്ങിലെ അഭിനേതാക്കൾ എല്ലാവരും കൂടിയിരുന്നല്ലോ. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം. இது ஒரு கலைஞனோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, കല്യാണി തുടങ്ങിയ താരനിര. പക്ഷേ കയ്യടി നേടിയത് ഗസ്റ്റ് റോളിലെത്തിയ നിവിൻ പോളി. ജയറാമിന് ഗംഭീര തിരിച്ചുവരവിന് കളമൊരുക്കിയ സിനിമ എന്ന നിലയിലാണ് എബ്രഹാം ഓസ്ലർ ശ്രദ്ധേയമായത്. ഓസ്ലർ, ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണോ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം.
മമ്മൂട്ടിയുടെ ആന്റി ഹീറോ വേഷം നായകനേക്കാൾ കയ്യടി നേടി. ബിജു മേനോനും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തലവൻ ഹിറ്റായി. സർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. ജിസ് ജോയ് സംവിധാനം. കൈയടക്കത്തോടെയുള്ള വിഷ്വലൈസേഷനും അഭിനേതാക്കളുടെ പ്രകടനവും ചിത്രത്തിന്റെ പ്ലസ് പോയിന്റുകളായി. സാർ ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീന്തിയടാ. ഗുരുവായൂർ അമ്പലനടയിൽ JJJ ഹേയിലൂടെ സ്റ്റാർ ഡയറക്ടറായി മാറിയ വിപിൻ ദാസിന്റെ ഹിറ്റ്. നമ്മുടെ അഞ്ജലിവിനെ കെട്ടിച്ചോടുത്ത നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോകില്ല. അതിപ്പോ ഞാനുണ്ട്. പൃഥ്വിരാജ്, ബേസിൽ, കൂടെ അനശ്വര രാജൻ, നിഖില വിമൽ. വിപിൻ ദാസ് തിരക്കഥ എഴുതി നിർമ്മിച്ച വാഴ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ്. ARM ടൊവിനോ 3 വേഷത്തിലെത്തിയ സിനിമ. 3 വേഷവും മികച്ചതായി. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന് നിന്നെ പോലെ. എന്റെ ആകാശവും മണ്ണെല്ലാം നീയാ. പീരിയഡ് ഡ്രാമ 3D ചിത്രം കുട്ടികളെയും കുടുംബങ്ങളെയും തിയേറ്ററുകളിൽ എത്തിച്ച് വിജയം കൊയ്തു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് പറഞ്ഞേ. കിഷ്കിന്ധാകാന്ഡം. ദിൻജിത്ത് സംവിധാനം. ആസിഫിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ്. അങ്ങാ കാണുന്ന റിസർവ് ഫോറസ്റ്റ് ഹനുമാനും സുഗ്രീവനും ഒഴികെ സകല വാനരപ്പടയും ഈ നാട്ടിലുണ്ട്. വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവരുടെയും മികച്ച പ്രകടനം. ചില കാര്യങ്ങൾ ഭയങ്കര കണിശാച്ചനാണ്. എനിക്ക് ഇന്ന് തന്നെ എന്റെ വാതിൽ ശരിയാക്കിയിടണം. അത് നീ പെരുന്തച്ഛനെ വിളിച്ചാലും തിരക്കിട്ടില്ല. നീ അച്ഛൻ്റെ റൂമിൽ കയറിയോ? ജിത്തു ജോസഫ് ബേസിലിനെ നായകനാക്കി ഒരുക്കിയ നുണക്കുഴിയും വിജയമാണ്. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാവിലെ സാർ റേഡിന് വന്ന പൊഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD എബി സക്രിയ പൊഴിക്കുന്നൽ. പ്രശസ്ത നടൻ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത പണി തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി. ഇവിടെ ആരാ ആക്റ്റീവായിട്ടുള്ളത്? ഒരു ഡേവിയാണ്, പക്ഷെ അവരൊരു ടീമാണ് സാർ. ഗിരിയാണ് മെയിൻ പാർട്ടി. അതിനേക്കാൾ വലിയ ടീമല്ലോ കേരള പോലീസ്. സൂക്ഷ്മദർശിനി മറ്റൊരു വിജയ ചിത്രം. MC സംവിധാനം. ബേസിൽ നസറിയ കോംബോ ആണ് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ചത്. കാലത്ത് എന്തിനാ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തോ മരപ്പെട്ടി ഓടുമ്പോ ഇനി അത് വല്ലതായിരിക്കോ? തോമസ് ചേട്ടാ വലിവിന് ഉടുമ്പർച്ചി ബെസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. ഷറഫുദ്ദീന്റെ കിടിലൻ പെർഫോമൻസ് കൊണ്ട് വിജയിച്ച സിനിമ ഹലോ മമ്മി. ഇനി ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. വൈശാഖ് എലൻസ് സംവിധാനം. ഇനി വരാനുള്ള ക്രിസ്മസ് ചിത്രങ്ങൾ മോഹൻലാലിന്റെ ബറോസ്, ആഷിഖ് അബുവിന്റെ റൈഫിൾ ക്ലബ്, ഹനീഫ് അത്തേനിയുടെ മാർക്കോ ഏതൊക്കെ കോടി ക്ലബിൽ എത്തുമെന്ന് കാത്തിരുന്ന് കാണാം.